നമസ്കാരം. മിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. കാവിലുംപാറ പഞ്ചായത്തിലെ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം നൽകണമെന്ന് KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. 24ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോ അന്ന് റവന്യൂ അധികാരികളും ഭരണകൂടത്തിന്റെ വക്താക്കളും ഇങ്ങോട്ട് കടന്നു വന്ന് ആ 24 കുടുംബങ്ങളെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റിപ്പാർപ്പിക്കാൻ, അവർക്ക് ജീവിക്കാനുള്ള അവരുടെ എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും ഉണ്ടാക്കുമെന്നൊരു സർക്കാർ ഉറപ്പ് കൊടുത്ത് 5 വർഷക്കാലത്തോട് അടുക്കുമ്പോഴും ആ പാവപ്പെട്ട മനുഷ്യർ, നേരത്തെ സൂചിപ്പിച്ച പോലെ ദിവസക്കൂലിക്ക് ജോലിക്ക് പോയി കുടുംബം പുലർത്തുന്ന ആളുകൾ, സ്വന്തം കിടപ്പാടവും വീടും നഷ്ടപ്പെട്ട ആളുകൾ ആ പ്രതീക്ഷയോടെ കഴിഞ്ഞ 5 വർഷക്കാലം നോക്കി നിന്നിട്ടും ഇതുവരെ ആ വീടുകൾ കിട്ടിയിട്ടില്ല. 24 വീടുകൾ ഞങ്ങൾ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു പോയ ആളുകൾ അതിൽ നിന്ന് മുഖം തിരിഞ്ഞിരിക്കുന്ന അതേ ഇടത്തേക്ക് നമ്മൾ വീണ്ടും കടന്നു വരികയാണ്. അത് ഭരണകൂടം ആ ജനങ്ങളെ ചേർത്ത് നിർത്താതെ തള്ളിക്കളഞ്ഞതിന്റെ ദുരവസ്ഥ ആ വീടുകളിലെ ജനങ്ങൾ അനുഭവിക്കുമ്പോ തൊട്ടിപ്പുറത്തിന്റെ അവസ്ഥ സമാനമായി ഇന്ന് വന്യമൃഗ ശല്യം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഇടമായി നമ്മളുടെ ഈ മലയോര മേഖല മാറുമ്പോ ആ ഇടങ്ങളിലേക്ക് കടന്നു വന്ന് ഈ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട ഭരണകൂടം അത് സമ്പൂർണമായി പരാജയപ്പെടേണ്ടതാണ്. ഇതുപോലൊരു ധർണയുമായി, ഇതുപോലൊരു സമര പ്രഖ്യാപന കൺവെൻഷനുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ നോക്ക്, ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയാൽ, റോഡിലേക്ക് ഇറങ്ങിയാൽ കുഴിയിൽ വീണ് മനുഷ്യർ മരണപ്പെടുന്ന കാഴ്ച, സ്കൂളിലേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ഷോക്കേറ്റ് മരിക്കുന്ന കാഴ്ച, എല്ലാം കൊണ്ട് ആശുപത്രിയിലേക്ക് കടന്നുപോയാലോ അവിടെ കെട്ടിടം വീണ് മരിക്കുന്ന അവസ്ഥ. അവിടെയാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഇവിടെ കാട്ടാനയുടെയും കാട്ടുപോത്തിന്റെയും കാട്ടുപന്നിയുടെയും അക്രമങ്ങൾക്ക് വിധേയമാകേണ്ട ദുരവസ്ഥ അവിടെയാണ് സംചാരമാകുന്നത്. നോക്ക് നിങ്ങൾ, ഇവിടെ ഏതെങ്കിലും രീതിയിൽ, നേരത്തെ സ്വാഗത പ്രഭാഷകർക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞു, ഏതെങ്കിലും രീതിയിൽ ഈ വനത്തിൽ നിന്ന് വന്ന് ജനങ്ങളെ ആക്രമിക്കുന്ന കാട്ടാനയെ, കാട്ടുപോത്തിനെ, കാട്ടുപന്നിയെ തുരത്താനുള്ള എന്തെങ്കിലും നടപടികൾക്ക് ശാശ്വത പരിഹാരത്തിന് ഈ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാ മറുപടി. എത്ര കാലമായി ഈ മലയോര മേഖലയിലെ, ഈ പൂതപ്പാറയിലെ നമ്മളുടെ ഓരോ ഇടങ്ങളിലെ ആളുകൾ ഇവിടുത്തെ ഫെൻസിങ്ങിനെ കുറിച്ച്, ജണ്ടയെ കുറിച്ച്, കിടങ്ങിനെ കുറിച്ച്, മതിലിനെ കുറിച്ച് എത്ര നാളുകളായി നമ്മൾ സംസാരിക്കുന്നു. മനുഷ്യന്റെ ജീവന് എന്തെങ്കിലും വില കൽപ്പിക്കുന്ന ഒരു ഭരണകൂടമാണെങ്കിൽ നാൾക്ക് നാൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങോട്ട് കടന്നു വന്ന് ഞങ്ങൾ ഇവിടെ ഫെൻസിങ് കൊണ്ടുവരും, ഞങ്ങൾ കിടങ്ങ് കൊണ്ടുവരും, ഞങ്ങൾ ജണ്ട കെട്ടുമെന്ന് പറയുന്ന ആളുകൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയതിനു ശേഷം തിരിഞ്ഞു നോക്കാത്ത ദുരവസ്ഥയുടെ ഏറ്റവും ഒടുവിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാനയുടെ അക്രമത്തിൽ ദമ്പതികൾക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ദൈവാധീനം കൊണ്ടവർക്ക് മറ്റു വലിയ അപകടങ്ങൾ സംഭവിച്ചില്ല. ഇനി സംഭവിച്ചിരുന്നെങ്കിലോ ഇവർ നാളെയും ഇവിടെ ഇങ്ങോട്ട് കടന്നു വരും, എന്നിട്ട് പറയും എല്ലാം ഗവൺമെന്റ് ശരിയാക്കും. അങ്ങനെ പറഞ്ഞു പോയതിന്റെ, വാക്കിനോട് ആത്മാർത്ഥതയില്ലാതെ വെറും പറഞ്ഞു പോയതിന്റെ ദുരവസ്ഥകൾ പലതും നമ്മൾ കണ്ടു. നേരത്തെ പറഞ്ഞ പോലെ 2021 ഉരുൾപൊട്ടലിൽ പ്രഖ്യാപിച്ച, ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ 24 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ സാധിക്കാത്ത, തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഇങ്ങോട്ട് കടന്നു വന്ന് ഇവിടെ കിടങ്ങും ഫെൻസിങ്ങും ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അതിൽ പരാജയപ്പെട്ടു പോയ ഈ ഭരണകൂട വക്താക്കൾക്കെതിരെയാണ് ഇതുപോലൊരു സമരം. ഇത് കേവലം കോൺഗ്രസുകാരന് വേണ്ടി, ലീഗുകാരന് വേണ്ടി, കേരള കോൺഗ്രസുകാരന് വേണ്ടി, അല്ലെങ്കിൽ UDF-കാരനും വേണ്ടിയുള്ള സമരമല്ല. ഈ നാട് ഇനിയും നിലനിൽക്കണമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുൻപാകെയുണ്ട്. കാവിലുംപാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂതംപാറയിൽ നടന്ന പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് PG സത്യനാഥ് അധ്യക്ഷത വഹിച്ചു. കാടിനോട് തൊട്ട് ചേർന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, കിലോമീറ്ററുകൾ താഴെ വരെ ഇപ്പോ ആന ഇറങ്ങി ആളുകളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ബ്ലോക്ക് സെക്രട്ടറി റോബിൻ ജോസഫ് സ്വാഗതം പറഞ്ഞു. ഇങ്ങനെ കെടുകാര്യസ്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായ രേഖകൾ എന്തൊക്കെയാണ്? അങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ആന ആക്രമണം ഉണ്ടായി 5 ദിവസത്തിനുള്ളിലാണ് ഈ യോഗം വിളിക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ 7 കോടി രൂപയുടെ പദ്ധതി ഇവിടെ എങ്ങനെ പാസ്സായി എന്നത് നമുക്കറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ആധികാരിക രേഖകൾ വനം വകുപ്പിന്റെ ആളുകളോട് ആവശ്യപ്പെട്ടത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് OT ഷാജി, മുൻ മണ്ഡലം പ്രസിഡന്റ് VP സുരേഷ്, വയലിൽ ജോർജ്, KP സെബാസ്റ്റ്യൻ, ഡൊമിനിക് കളത്തൂർ, മനോജ് പുലിക്കല്ലും പുറത്ത് എന്നിവർ സംസാരിച്ചു.